വെർച്വൽ ഗുരുകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക്. ഇവിടെ നമ്മൾ മുട്ടയ്ക്ക് പകരം തൈരാണ് ചേർത്തിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിൽ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമന്റും ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ, പഞ്ചസാര പൊടിച്ചത്, ബേക്കിംഗ് പൗഡർ, ഓയിൽ, വാനില എസൻസ്, ബേക്കിംഗ് സോഡ, തൈര്, പാൽ, കൊക്കോ പൗഡർ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്കിന്റെ ടിന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഓയിലൊന്ന് എല്ലായിടത്തും തൂവിക്കൊടുത്ത് അതിന്റെ മുകളിലായിട്ട് കൊക്കോ പൗഡറും കൂടി വിതറി കൊടുത്താൽ മതിയാവും. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പൊ ടിന്നിന്റെ എല്ലാ ഭാഗത്തും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, റിഫൈൻഡ് ഓയിൽ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നന്നായിട്ട് മിക്സ് ആയി കിട്ടും. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അത് ഒരു അരിപ്പ വെച്ച് അരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. പാല് പകുതി ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യത്തെ പകുതി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. ഇനി ബാക്കി പാലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി കേക്കിന്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴകിയ ഇരുമ്പിന്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കേക്കിന്റെ ടിന്ന് അതിന്റെ മുകളിൽ വെച്ച് അടച്ചു വെച്ച് 40 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പൊ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ചൂടാറാൻ മാറ്റി വെക്കാം. നന്നായി ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതിന്റെ ടിന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇതിനുശേഷം ഷുഗർ സിറപ്പ് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറി എസൻസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ക്രീം ഇട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ടുട്ടി ഫ്രൂട്ടി ഒക്കെ വെച്ച് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ടുട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.